ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് മഹാഭാഗവതത്തിലെ ഏറ്റവും പുണ്യകരമായ ഭാഗങ്ങളിൽ ഒരു ഭാഗം, ആ ഭാഗമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വയംഭുവ മനുവിനെ പറ്റി പഠിച്ചു. അപ്പോൾ സ്വയംഭുവ മനുവിൻ്റെ പുത്രിമാരെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത്. അവരുടെ മക്കളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. സ്വയംഭുവ മനുവിന് 2 ആൺകുട്ടികളുണ്ട് എന്നുകൂടി നമ്മൾ പറഞ്ഞിരുന്നു. 3 പെൺകുട്ടികളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ ആൺകുട്ടികളുടെ കാര്യം നമ്മൾ പറഞ്ഞില്ല. അവരുടെ പേരുകൾ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. അങ്ങനെ ഈ സ്വയംഭുവ മനുവിൻ്റെ പുത്രികളായ ആകൂതി, ദേവഹൂതി, പ്രസൂതി എന്നിവരെ യഥാക്രമം വിവാഹം കഴിപ്പിച്ച് അയക്കുകയും അദ്ദേഹത്തിൻ്റെ 2 പുത്രന്മാർ, അവരാണ് പ്രിയവ്രതനും ഉത്താനപാദനും. അതിൽ ഈ പ്രിയവ്രതൻ രാജ്യഭരണ കാര്യങ്ങളിലൊന്നും തന്നെ യാതൊരു താല്പര്യവും കാണിച്ചില്ല. അതുകൊണ്ട് അനുജനായ ഉത്താനപാദനാണ് രാജ്യഭരണം ഏറ്റത്. അങ്ങനെ അദ്ദേഹം രാജാവായി. ആര്? ഉത്താനപാദൻ. അദ്ദേഹം വലിയ യോഗ്യനായ ഒരു രാജാവായിരുന്നു. ഇദ്ദേഹത്തിന്, ഈ ഉത്താനപാദന് 2 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. സുനീതി എന്നും സുരുചി എന്നുമായിരുന്നു ഈ 2 ഭാര്യമാരുടെ പേരുകൾ. 2 പേരും വളരെ പതിവ്രതാരത്നങ്ങളായിരുന്നു. അതിൽ സുനീതി വളരെയധികം പതിവ്രതയും സൽഗുണവതിയും കരുണാശീലയുമായിരുന്നു. എന്നാൽ സുരുചി അവളുടെ സ്വഭാവത്തിനേക്കാൾ കൂടുതൽ അവൾക്ക് മുൻഗണന ഉണ്ടായിരുന്നത് അവളുടെ സൗന്ദര്യത്തിനായിരുന്നു. അതുകൊണ്ട് തന്നെ അല്പം അസൂയക്കാരിയും അഹങ്കാരിയുമൊക്കെ തന്നെയായിരുന്നു സുരുചി. ഈ സുരുചിയുടെ സൗന്ദര്യത്തിൽ രാജാവിനും വളരെയധികം മതിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉത്താനപാദൻ കൂടുതൽ സമയവും സുരുചിയുടെ കൂടെയായിരുന്നു. അങ്ങനെ സുനീതിയിലും സുരുചിയിലും ഉത്താനപാദന് 2 പുത്രന്മാർ ജനിച്ചു. ഓരോരുത്തർക്കും ഓരോ പുത്രന്മാർ. സുനീതിയുടെ പുത്രന് ധ്രുവൻ എന്നാണ് നാമകരണം ചെയ്തത്. സുരുചിയുടെ പുത്രന് ഉത്തമൻ എന്നായിരുന്നു പേര്. അങ്ങനെ ധ്രുവനും ഉത്തമനും. കാലക്രമേണ ഈ സുനീതിയോട് രാജാവിന് അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം സൗന്ദര്യത്തിൽ സുരുചിക്കായിരുന്നു മുൻഗണന. അങ്ങനെ സുനീതിക്ക് അക്കാര്യത്തിൽ ദുഃഖമുണ്ടാവുകയും സുനീതി എപ്പോഴും ഭഗവാൻ നാരായണനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ സുരുചിയോട് അന്ധമായ പ്രേമമായിരുന്നു രാജാവിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാജാവ് അവളെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് ഉത്തമനെ കൂടുതൽ സ്നേഹിച്ചു. അതായത് ഇളയ കുഞ്ഞ് ധ്രുവനാണ്. പക്ഷേ ഇളയ കുഞ്ഞായ ധ്രുവനേക്കാൾ കൂടുതലായി രാജാവ് ഉത്തമനെ സ്നേഹിച്ചു. കാരണം ഭാര്യയുടെ പ്രീതി പിടിച്ചു പറ്റണമല്ലോ. അങ്ങനെ ഈ ധ്രുവന്, കൊച്ചു ധ്രുവന് 5 വയസ്സ് മാത്രം പ്രായം. ഇങ്ങനെ കളിച്ച് നടക്കുന്നതിനിടയിൽ അച്ഛനെ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി സുരുചിയുടെ കൊട്ടാരത്തിലേക്ക് കുഞ്ഞു ധ്രുവൻ ഓടിച്ചെല്ലുകയാണ്. ആ സമയത്ത് ആ കൊട്ടാരത്തിൻ്റെ അങ്കണത്തിൽ ഒരു രത്നപീഠത്തിൽ ഉത്താനപാദൻ ഉത്തമനെ മടിയിലിരുത്തിക്കൊണ്ട് ലാളിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തായിട്ട് ആരുമുണ്ട്? സുരുചിയും നിപ്പുണ്ട്. ആ സമയത്താണ് പാവം കുഞ്ഞു ധ്രുവൻ അച്ഛനെ കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അങ്ങോട്ടേക്ക് ഓടി വന്നത്. ധ്രുവൻ നോക്കുമ്പോൾ തൻ്റെ പിതാവിൻ്റെ മടിയിൽ തൻ്റെ ജ്യേഷ്ഠനായ ഉത്തമൻ ഇരിക്കുന്നു. അപ്പോൾ ഈ കുഞ്ഞു ധ്രുവന് ഒരാഗ്രഹം തോന്നി, എനിക്കും അച്ഛൻ്റെ മടിയിലിരിക്കണം. അതിനു വേണ്ടിയിട്ട് അച്ഛൻ്റെ തുടയിലൊക്കെ ചെന്ന് പിടിച്ചുകൊണ്ട് കുഞ്ഞു ധ്രുവൻ നിൽക്കുകയാണ്. അതു കണ്ടപ്പോഴേക്കും സുരുചിക്ക് വളരെയധികം ദേഷ്യം വന്നു. എന്നിട്ട് സുരുചി ഈ കുഞ്ഞു ധ്രുവൻ്റെ കുഞ്ഞി കൈ പിടിച്ചിട്ട്
തെള്ളിയിടുകയാണ്, പുറത്തേക്ക് തെള്ളിയിടുന്നു. എന്നിട്ട് ദേഷ്യത്തോടു കൂടി ഇങ്ങനെ പറയുന്നു, എടാ ധിക്കാരിയായ ചെറുക്ക, നീ എന്താണ് കാണിക്കാൻ തുടങ്ങുന്നത്? കണ്ട പിള്ളേർക്ക് വന്നു കയറി കളിച്ചു തുള്ളാനുള്ള സ്ഥലമല്ല രാജാവിൻ്റെ മടിത്തട്ട്. നീ വേണ്ടാതീനം കാണിച്ചാലുണ്ടല്ലോ, കുട്ടിയാണെന്നൊന്നും നോക്കുകയില്ല, നിന്റെ പുറം അടിച്ചു പൊളിക്കും. എന്നിട്ട് നിന്നെ തൂക്കിയെടുത്ത് പുറത്തേക്കെറിയും. അയ്യടാ, ഒരു പുന്നാര മകൻ വന്നിരിക്കുന്നു. രസിക്കാനുള്ളതാണ് രാജാവിൻ്റെ മടിത്തട്ട് എന്ന് നീ വിചാരിച്ചോ? അത് എൻ്റെ മകന് രസിക്കാനുള്ളതാണ്. എൻ്റെ മകൻ ഉത്തമൻ്റെ അച്ഛനാണ് ഇത്. അവനെ ലാളിക്കുന്നത് കണ്ട് നിനക്ക് കുശുമ്പു തോന്നുന്നുണ്ടെങ്കിൽ പോടാ, പോയി നിന്റെ അമ്മയുടെ അടുത്തു ചെന്ന് കാണിക്ക്. ഇത്തരം പുന്നാരമൊന്നും ഇവിടെ കാണിക്കണ്ട. രാജാവിൻ്റെ മടിയിൽ കയറിയിരുന്ന് നിനക്ക് ആനന്ദിക്കണം എന്നൊരു മോഹം നിനക്കുണ്ടായിരുന്നുവെങ്കിൽ നീ എൻ്റെ വയറ്റിൽ എൻ്റെ മകനായി പിറക്കണമായിരുന്നു. അതിന് നിനക്ക് സാധിച്ചില്ലല്ലോ. അതുകൊണ്ട് നീ ഇവിടെ വന്നിരിക്കണ്ട. ഇനി നിനക്കതിനുള്ള പുണ്യം നേടണമെങ്കിൽ നീ എന്തു ചെയ്യണം? പെട്ടെന്ന് പോയി നാരായണനെ തപസ്സു ചെയ്ത് പുണ്യം സമ്പാദിക്കുക. അല്ലാതെ ഇവിടെ നിന്ന് കരഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഇങ്ങനെ സുരുചി പറയുകയാണ്. പാവം ധ്രുവൻ കരഞ്ഞു കരഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് പോയി. അച്ഛനെ കാണാൻ പോയ പുത്രൻ ഈ വിധം കരഞ്ഞുകൊണ്ടുവരാൻ കാരണമെന്തെന്ന് സുനീതി ആലോചിച്ചു. അവൾ വാത്സല്യപൂർവം മകനെ തലോടി കണ്ണുനീർ തുടച്ചുകൊണ്ട് മകനോട് ഇങ്ങനെ ചോദിച്ചു, എന്താ മകനെ കരയുന്നത്? അച്ഛൻ നിന്നെ വഴക്കു പറഞ്ഞോ? അതോ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉത്തമൻ നിന്നെ ഉപദ്രവിച്ചോ? ഉടനെ കുഞ്ഞു ധ്രുവൻ കണ്ണുനീരൊക്കെ തുടച്ചുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ തന്നെ അമ്മയോട് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ശ്രീനാരായണനെ തപസ്സു ചെയ്ത് സുരുചി അമ്മയുടെ വയറ്റിൽ പിറന്നാൽ അച്ഛൻ്റെ മടിയിൽ ഇരിക്കാമെന്നാണ് അമ്മ പറഞ്ഞത്. അവർ എന്നെ കയ്യിൽ പിടിച്ച് വലിച്ചു പുറത്തേക്ക് തള്ളി. ഞാൻ ഉത്താനപാദ മഹാരാജാവിൻ്റെ മകനല്ലേ അമ്മേ? അദ്ദേഹം എൻ്റെ അച്ഛനല്ലേ? പിന്നെ എന്തിനാണ് ആ അമ്മ എന്നോടിങ്ങനെ ചെയ്തത്? ഇത് കേട്ടപ്പോൾ സുനീതിക്ക് വളരെയധികം സങ്കടം തോന്നി. എന്നിട്ട് ആ അമ്മ കുഞ്ഞു മകനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, മോനെ, കൺമണി, എൻ്റെ പൊന്നു തങ്കക്കുടമേ, അദ്ദേഹത്തിൻ്റെ പുത്രൻ തന്നെയാണു നീ. പക്ഷെ എന്തു ചെയ്യാം, അദ്ദേഹം സുരുചിയുടെ വശ്യവലയിൽ പെട്ടുപോയി. അതുകൊണ്ടാണ് നമുക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ഈ അമ്മ പറയുകയാണ്. അപ്പോൾ ധ്രുവൻ പറയുകയാണ്, അച്ഛൻ ഇതൊന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ നോക്കി ഇരിക്കുകയായിരുന്നു അമ്മേ എന്നും കൂടി ഈ ധ്രുവൻ അമ്മയോട് പറയുകയാണ്. ഉടനെ സുനീതി അങ്ങ് കരഞ്ഞു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ വയറ്റിൽ പിറന്നതുകൊണ്ടാണല്ലോ മകനെ നിനക്ക് ഈ ദുഃഖമൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞ് ഈ അമ്മ വീണ്ടും വീണ്ടും കരയുകയാണ്. അപ്പോൾ ധ്രുവൻ പറയുകയാണ്, അമ്മയുടെ സങ്കടവും എൻ്റെ സങ്കടവും ദൈവത്തെ അറിയിക്കുന്നതിനായി ഞാൻ പോവുകയാണ്. ആ ദൈവം ശ്രീനാരായണനാണെന്ന് സുരുചി അമ്മ പറഞ്ഞു. അതനുസരിച്ചിട്ട് അദ്ദേഹത്തെ തപസ്സു ചെയ്ത് വരം വാങ്ങി എൻ്റെ അച്ഛൻ്റെ മടിയിൽ ഉത്തമനെ പോലെ എനിക്കും ഇരിക്കണം. അത് കേട്ടപ്പോൾ സുനീതി പേടിച്ചുപോയി. സുനീതി പറയുകയാണ്, അയ്യോ മകനെ, നാരായണനെ തപസ്സു ചെയ്യാൻ അവൾ പറഞ്ഞത് നിന്നെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഉടനെ ധ്രുവൻ പറയുകയാണ്, എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ നാരായണനെ തപസ്സു ചെയ്യാനായിട്ട് പോവുകയാണ്. അമ്മ എന്നെ തടുക്കരുത്, എന്നെ അനുഗ്രഹിക്കണം. അത് കേട്ടപ്പോൾ സുനീതി വീണ്ടും പേടിച്ചു. അയ്യോ മോനെ, നീ പോകല്ലേ, നിനക്ക് കേവലം 5 വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ. ഇങ്ങനെയുള്ള നീ തപസ്സു ചെയ്യാനായിട്ടൊന്നും പോകരുത്. എൻ്റെ പൊന്നോമനയ്ക്ക് എങ്ങനെ തപസ്സു ചെയ്യണം എന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് ഇപ്പം യാതൊരു കാരണവശാലും പോകരുത് എന്ന് പറഞ്ഞ് അമ്മ മകനെ തടയുന്നു. ഉടനെ ധ്രുവൻ പറയുകയാണ്, എല്ലാം എന്നെ ദൈവം പഠിപ്പിക്കും. എനിക്ക് എങ്ങനെ തപസ്സു ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, ഇതെല്ലാം എന്നെ ദൈവം പഠിപ്പിച്ചോളും. അമ്മ യാതൊരു കാരണവശാലും എന്നെ തടയരുത് എന്ന് ആ കുഞ്ഞു ബാലൻ പറയുകയാണ്. അങ്ങനെ ധ്രുവൻ അങ്ങ് തീരുമാനിക്കുന്നു, ഞാൻ തപസ്സു ചെയ്യാനായിട്ട് പോവുകയാണ് എന്ന്.
ഒരു തരത്തിലും അമ്മയ്ക്ക് മകനെ തടയാനായിട്ട് സാധിക്കുന്നില്ല. അവസാനം എന്തെങ്കിലും വരട്ടെ എന്ന് കരുതിക്കൊണ്ട്, ഭഗവാൻ ശ്രീഹരി എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കും എന്ന് കരുതിക്കൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ അമ്മ കൊച്ചു കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ധ്രുവൻ തപസ്സിനു പോകുന്നു എന്ന് കേട്ടറിഞ്ഞ സുരുചി തോഴികളും ഒരുമിച്ച് കൈകൊട്ടി ചിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, കാട്ടിൽ പോയി വല്ല വന്യമൃഗങ്ങളും അവനെ കടിച്ചു തിന്നോളും എന്ന് പറഞ്ഞ് സുരുചി കൈകൊട്ടി ചിരിച്ചു. എന്നിട്ട് ഇതൊന്നും ധ്രുവൻ മൈൻഡ് ചെയ്തില്ല. ധ്രുവൻ നേരെ വടക്കോട്ട് പോകുന്നു. സർവവും ശ്രീനാരായണമൂർത്തിയായ ഭഗവാൻ സാക്ഷാൽ വിഷ്ണു ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് പോവുകയാണ്. വിഷ്ണു ഭഗവാൻ എങ്ങനെ ഇരിക്കും, അദ്ദേഹത്തിൻ്റെ രൂപം എന്താണ്, ഒന്നും അറിയില്ല. ഇങ്ങനെ നാരായണ നാമം ജപിച്ചുകൊണ്ട് പോവുകയാണ്. 2 കൈകളും നെഞ്ചോട് ചേർത്ത് കൈകൂപ്പി തൊഴുതുകൊണ്ടാണ് ആ കൊച്ചു കുഞ്ഞ് നടന്നു പോകുന്നത്. തപസ്സെങ്ങനെ, ധ്യാനമെങ്ങനെ, അതൊന്നും അവൻ അറിഞ്ഞുകൂടാ. സർവവും ഈശ്വരനിൽ സമർപ്പിച്ചിട്ട് നാരായണ നാമം ജപിച്ചുകൊണ്ട് അവൻ നടക്കുകയാണ്. നടന്ന് രാത്രിയും പകലും തള്ളി നീക്കി. അങ്ങനെ അവൻ കാട്ടിൽ എത്തിച്ചേർന്നു. പിന്നെയും യാത്ര തുടങ്ങുന്നു. ആ സമയം അവൻ്റെ പുറകിൽ വളരെ മനോഹരമായ ഒരു വീണാനാദം കേൾക്കപ്പെട്ടു. അതോടൊപ്പം മകനെ ധ്രുവ എന്നൊരു വിളിയും. ആ കുഞ്ഞ് തിരിഞ്ഞു നോക്കി. ഉടനെ അവിടെ കാണുന്നത് ആരെയാണ്? ദിവ്യനായ ഒരു മഹർഷീശ്വരൻ കയ്യിലൊരു വീണയുമായി അതാ നിൽക്കുന്നു. ഉടനെ തന്നെ ധ്രുവൻ ആ മുനിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ചോദിച്ചു, അവിടുന്നാണോ ശ്രീനാരായണൻ? ഉടനെ ആ മഹർഷി, ആ താപസവര്യൻ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മകനെ, ഞാനല്ല ശ്രീനാരായണൻ. അദ്ദേഹത്തെ നീ എന്തിനന്വേഷിക്കുന്നു? ഒരു ചെറുബാലകനായ നീ ഏകനായി ഈ കാട്ടിൽ കൂടി എവിടെ പോകുന്നു? നീ ആരാണ് മകനെ? നിന്റെ അച്ഛനും അമ്മയും എവിടെ? ഉടനെ തന്നെ ധ്രുവൻ കരയുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞ് എല്ലാ കാര്യങ്ങളും ആ മഹർഷിയോട് പറയുന്നു. ഉടനെ തന്നെ ആ മഹർഷി പറയുകയാണ്, മകനെ, കുടലയായ സുരുചി അച്ഛൻ്റെ മടിയിൽ നിന്നെ ഇരുത്തിയില്ലെങ്കിൽ എൻ്റെ മടിയിൽ ഞാൻ ഇരുത്താം. വരൂ മകനെ, ഞാൻ നാരദനാണ്. നീ എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉടനെ ധ്രുവൻ പറയുകയാണ്, നാരദ മുനിയോ? അവിടുത്തെക്കുറിച്ച് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ മടിയിലിരിക്കാൻ ഞാൻ യോഗ്യനല്ല. എനിക്ക് എൻ്റെ അച്ഛൻ്റെ മടിയിലിരുന്നാൽ മതി. എനിക്ക് അത്രമാത്രമേ ആഗ്രഹമുള്ളൂ എന്ന് ആ പാവം കുഞ്ഞ് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ നാരദ മഹർഷി ഇങ്ങനെ പറഞ്ഞു, മകനെ, നീ യോഗ്യനാണ്. ആരുടെ മടിയിലും ഇരിക്കാൻ മാത്രം പുണ്യവാനാണ്. നീ ആരെ തേടി നടക്കുന്നുവോ ആ നാരായണമൂർത്തിയാണ് എന്നെ നിന്റെ അടുക്കലേക്ക് അയച്ചത്. ഭഗവാൻ ശ്രീനാരായണൻ്റെ മടിയിലിരിക്കാൻ പോലും നീ യോഗ്യനാണ്. അദ്ദേഹം നിന്നെ തീർച്ചയായിട്ടും മടിയിലിരുത്തി ലാളിക്കും. ഇത് കേട്ടപ്പോൾ ധ്രുവൻ ചോദിക്കുകയാണ്, അദ്ദേഹം എവിടെയാണ്? അദ്ദേഹത്തെ എനിക്ക് കാണുവാൻ സാധിക്കുമോ? ഉടനെ നാരദൻ പറയുകയാണ്, അദ്ദേഹം എല്ലായിടത്തുമുണ്ട്. നിന്നിലുമുണ്ട്, എന്നിലുമുണ്ട്. ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അദ്ദേഹം. ഈ കാണുന്ന പച്ചിലക്കാടുകളിലും മാമരങ്ങളിലും മേടുകളിലും നദികളിലും ആകാശത്തിലും ഭൂമിയിലും സർവചരാചരങ്ങളിലും വിവിധ രൂപങ്ങളിൽ അദ്ദേഹം വിളയാടുന്നു. ഇത് കേട്ടപ്പോൾ കുഞ്ഞു ധ്രുവൻ ചോദിക്കുകയാണ്, എനിക്ക് അദ്ദേഹത്തെ കാണണമെന്നുണ്ട്. അദ്ദേഹത്തെ തപസ്സു ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒന്ന് പറഞ്ഞു തരാമോ? ഉടനെ നാരദ മഹർഷി ആ ധ്രുവകുമാരനെ തൻ്റെ മാറോടടുക്കി ആശ്ലേഷിച്ചുകൊണ്ട് അവൻ്റെ കർണങ്ങളിൽ നാരായണ മൂലമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ഉടനെ ധ്രുവൻ പറയുകയാണ്, എൻ്റെ മുമ്പിൽ അദ്ദേഹം വരുമോ മഹാമുനി? ഞാനൊരു കൊച്ചു കുഞ്ഞല്ലേ, എൻ്റെ പ്രാർത്ഥന അദ്ദേഹം കേൾക്കുമോ? ഉടനെ നാരദൻ പറയുകയാണ്, ആരുടെ മുമ്പിലും അദ്ദേഹം വരും.
ആരുടെ പ്രാർത്ഥനയും അദ്ദേഹം കേൾക്കും. ഭക്തന്മാർക്ക് അദ്ദേഹം ദാസനാണ്. എൻ്റെ കൺമണിയുടെ മുമ്പിലും അദ്ദേഹം തീർച്ചയായിട്ടും വരും. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും അദ്ദേഹം സാധിച്ചു തരും. ഇങ്ങനെ പറഞ്ഞിട്ട് നാരദമുനി വീണ്ടും ആ കുഞ്ഞിനെ ഗാഢമായി ആലിംഗനം ചെയ്തു. എന്നിട്ട് നാരദൻ ചോദിക്കുകയാണ്, എൻ്റെ കൃഷ്ണ, എൻ്റെ നാരായണ, ഇങ്ങനെയുമൊരു ഭക്തിയുണ്ടോ? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അവനെയും കൂട്ടിക്കൊണ്ട് അടുത്തുള്ള മധുവനത്തിൽ പോവുകയാണ്. തപസ്സു ചെയ്യുവാൻ പറ്റിയ ഒരു സ്ഥലം അദ്ദേഹം കാണിച്ചു കൊടുത്തു. തപസ്സിൻ്റെ അനുഷ്ഠാനങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. നാരദ മഹർഷിയെ ഗുരുവായി ധ്രുവൻ സ്വീകരിച്ചു. അദ്ദേഹത്തെ വണങ്ങി. എന്നിട്ട് ധ്രുവൻ തപസ് ആരംഭിച്ചു. ഏകാഗ്രനിഷ്ഠയോടുകൂടി അവൻ തപസ്സു ചെയ്ത് ധ്യാനനിരതനായി ഇരിക്കുന്നത് കണ്ട് ആനന്ദബാഷ്പം പൊഴിച്ചുകൊണ്ട് ലോകത്തിന് ഉപകാരിയായ ആ ബ്രഹ്മർഷി മുഖ്യൻ അവിടെ നിന്നും തിരോധാനം ചെയ്തു. അതിനുശേഷം ധ്രുവന്റെ തപോനിഷ്ഠ അതികഠിനമായി. ആദ്യത്തെ 1 മാസം 3 ദിവസം കൂടുമ്പോൾ അവൻ കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കിക്കൊണ്ട് സ്നാനതർപ്പണാദി പൂജകളും കഴിച്ച് എന്തെങ്കിലും കായ്കനികൾ ഭക്ഷിക്കും. 2-ാം മാസത്തിൽ 6 ദിവസം കൂടുമ്പോൾ ഏതാനും പച്ചിലകൾ കഴിക്കുവാൻ തുടങ്ങി. 3-ാമത്തെ മാസമായപ്പോൾ 12 ദിവസം കൂടുമ്പോൾ അല്പം ജലം മാത്രം കുടിക്കും. 4-ാം മാസത്തിൽ അതുമില്ല, വായു മാത്രം. 5-ാം മാസത്തിലാണ് പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവൻ അടക്കിയിട്ട് സർവപ്രാണങ്ങളും സമസ്ത വായുക്കളും തന്നിൽ തന്നെ ഒതുക്കുകയാണ്. എന്നിട്ട് നാരായണനെ ധ്യാനിച്ചുകൊണ്ട് തപസ് തുടരുകയാണ്. പ്രാണൻ മുഴുവൻ തന്നിൽ തന്നെ സമർപ്പിച്ചതുകൊണ്ട്, അടക്കിയതുകൊണ്ട് ലോകവാസികൾക്കു മുഴുവനും ശ്വാസം കിട്ടാതെയായി, വായു കിട്ടാതെയായി. അങ്ങനെ ലോകം നിശ്ചലമായി. ആർക്കും ശ്വാസം കിട്ടുന്നില്ല. ശ്വാസം മുട്ടുന്നു. മൃഗങ്ങൾക്ക്, സന്യാസിമാർക്ക്, മനുഷ്യർക്ക്, ദേവന്മാർക്ക് ആർക്കും പറ്റുന്നില്ല. ഇതിനൊരു പരിഹാരം കാണണം എന്ന് കരുതിക്കൊണ്ട് സാക്ഷാൽ കൈലാസവാസിയായ പരമശിവനും ബ്രഹ്മദേവനും വൈകുണ്ഠത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് അനന്തശായിയോട് അപേക്ഷിച്ചു, ഇതിനൊരു പരിഹാരം കാണണം. ഉത്താനപാദപുത്രനായ ധ്രുവൻ സർവപ്രാണങ്ങളെയും ആത്മാവിൽ അടക്കിക്കൊണ്ട് തപസ്സു ചെയ്യുന്നതുകൊണ്ടാണ് ഈ വായുസ്തംഭനം. അതുകൊണ്ട് അങ്ങ് ഇതിനൊരു പരിഹാരം കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാത്തിനും പരിഹാരം കാണാം എന്ന് പറഞ്ഞ് അവരെ ശ്രീനാരായണൻ യാത്രയയച്ചു. അതിനുശേഷം ഭഗവാൻ ശ്രീവല്ലഭൻ ഗരുഡാരൂഢനായി ധ്രുവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ നാരായണമൂർത്തി വാത്സല്യത്തോടുകൂടി ധ്രുവന്റെ തലയിലിങ്ങനെ തലോടി. എന്നിട്ട് മധുരമായി പറയുകയാണ്, മകനെ, കണ്ണു തുറക്കൂ. നീ അന്വേഷിച്ച നാരായണൻ ഇതാ നിന്റെ കൺമുമ്പിൽ വന്നു നിൽക്കുന്നു. ഉടനെ ധ്രുവൻ ഞെട്ടി കണ്ണു തുറന്നു. അപ്പോൾ ധ്രുവൻ എന്താണ് കാണുന്നത്? ശംഖുചക്രഗദാ പത്മങ്ങൾ ധരിച്ച 4 തൃക്കൈകളോടും നവരത്ന നഖചിതമായ പൊൻകിരീടത്തോടും ശ്രീവത്സാങ്കിത വക്ഷസിൽ പരിലസിക്കുന്ന കൗസ്തുഭഹാരത്തോടും കനകാഭരണ വിഭൂഷണങ്ങളോടും മഞ്ഞപ്പട്ടുടയാടയോടും മേഘശ്യാമള വർണ്ണത്തോടു കൂടിയ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ അതാ തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു. ധ്രുവൻ ചാടി എഴുന്നേറ്റു. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ചു. അതിനുശേഷം നാരായണമൂർത്തി അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, കൺമണി ധ്രുവ, നിന്റെ അച്ഛൻ്റെ മടിയിലിരിക്കുവാൻ നീ അർഹനല്ലെങ്കിൽ ലോകരക്ഷകനായ എൻ്റെ മടിയിൽ ഞാൻ നിന്നെ ഇരുത്തി താലോലിക്കാം. അച്ഛൻ നിന്നെ മടിയിലിരുത്തിയില്ല എന്നു കരുതി
നീ വിഷമിക്കണ്ട. ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉന്നത സ്ഥാനത്തിൽ സർവർക്കും സമ്പൂജ്യൻ എന്ന നിലയിൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. നിനക്ക് എന്തു വരമാണ് വേണ്ടത്? സന്തോഷപൂർവം ഞാനത് നൽകാം. സുരുചിയുടെ വയറ്റിൽ പിറക്കാതെ നിനക്ക് ഉത്താനപാദൻ്റെ പുത്രസ്ഥാനമോ രാജത്വമോ സിദ്ധിക്കുകയില്ലെന്ന് അവൾ പറഞ്ഞിട്ടുള്ളതും ഞാൻ അറിയുന്നു. വത്സ, ധ്രുവകുമാര, 26,000 സംവത്സരം ലോക സാമ്രാട്ടായി ഏതൊരു സിംഹാസനത്തിൽ തൊടാൻ നിനക്കർഹതയില്ലാതായോ ആ സിംഹാസനത്തിൽ ആരൂഢനായി വാണരുളുവാൻ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ധ്രുവൻ വീണ്ടും വാസുദേവനെ നമസ്കരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: ഭഗവാനെ, എൻ്റെ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കണം എന്നതു മാത്രമാണ് എൻ്റെ മോഹം. വേറെ എങ്ങും എനിക്ക് ഇരിക്കണ്ട. പാവം കുഞ്ഞ് അങ്ങനെയാണ് പറഞ്ഞത്. ഉടനെ മഹാവിഷ്ണു പറഞ്ഞു: ശരി, നിന്റെ ആഗ്രഹമനുസരിച്ചിട്ടുള്ള വരം നിനക്കു ഞാൻ നൽകിയിരിക്കുന്നു. 26,000 വർഷം ശ്രേഷ്ഠമായ വിധം രാജരാജേന്ദ്രനായി നീ വാണരുളിയതിനു ശേഷം എൻ്റെ ഏറ്റവും വലിയ ഒരു ഭക്തനായി നീ മാറുകയാണ്. ലോക അവസാനം വരെ സർവർക്കും കാണത്തക്കവണ്ണം നീ ഒരു നശിക്കാത്ത നക്ഷത്രമായി ആകാശത്തിൽ ഉത്തരഭാഗത്ത് എന്നെന്നും വിളങ്ങി വിരാജിച്ചാലും നിന്റെ പേരിൽ ആ നക്ഷത്രം അറിയപ്പെടും. ധ്രുവ നക്ഷത്രം. കൽപ്പാന്തകാലത്തിൽ സർവവും നശിക്കുമ്പോൾ നീ എൻ്റെ പാദത്തിൽ വന്ന് ലയിച്ചു കൊള്ളുക. ഇങ്ങനെ ശ്രീനാരായണമൂർത്തി ധ്രുവനെ അനുഗ്രഹിച്ചു. അതിനുശേഷം അദ്ദേഹം അന്തർധാനം ചെയ്തു. അങ്ങനെ ധ്രുവൻ്റെ തപസ് അവസാനിച്ചു. അതിനുശേഷം അദ്ദേഹം ഒരു വലിയ വിഷ്ണു ഭക്തനായി തീരുകയാണ്. അങ്ങനെ വിഷ്ണു ഭക്തനായ ധ്രുവൻ രാജധാനിയിൽ എത്തിച്ചേർന്നു. മകനെ കാണാത്ത ദുഃഖത്തിൽ അമ്മ കരഞ്ഞു കരഞ്ഞു കിടക്കുകയാണ്. ആ മാതാവിനെ ചെന്നുകണ്ട് ആ മാതാവിൻ്റെ പാദങ്ങളിൽ വീണ് ധ്രുവൻ നമസ്കരിച്ചു. എന്നിട്ട് സർവ വിവരങ്ങളും അമ്മയെ ധരിപ്പിച്ചു. അമ്മയുടെ അനുഗ്രഹങ്ങളും വാങ്ങി അവൻ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും അച്ഛന് കുറ്റബോധമൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. തൻ്റെ മകനോട് കാണിച്ചത് കൊടും ക്രൂരമായ പാതകമാണ് എന്നൊക്കെ അച്ഛന് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ അതിൻ്റെ പേരിൽ ഉത്താനപാദൻ സദാ ദുഃഖിച്ചിരിക്കുകയായിരുന്നു. മകനെ കണ്ടതോടുകൂടി ആ അച്ഛൻ സന്തോഷത്തോടും പശ്ചാത്താപത്തോടും കൂടി അവൻ്റെ അടുത്ത് വന്നിട്ട് അവനെ വാരിയെടുത്ത് തൻ്റെ മടിയിലേക്ക് ഇരുത്തുകയാണ്. എന്നിട്ട് ആ മകനെ കെട്ടിപ്പിടിച്ച് ധാരാളം ഉമ്മകൾ അവൻ്റെ നെറ്റിയിൽ കൊടുത്തു. അങ്ങനെ ധ്രുവന് വലിയ സന്തോഷമായി. തപസ് ചെയ്ത് നേടിയെടുത്തതാണ് എന്ത്? അച്ഛൻ്റെ മടിയിൽ ഇരിക്കണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ അവൻ്റെ ആഗ്രഹം സാധിച്ചു. അനുജനെ അച്ഛൻ താലോലിക്കുന്നത് കണ്ട് ഉത്തമനായ ഉത്തമകുമാരൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പാവം കുഞ്ഞുങ്ങൾക്ക് ഭേദമില്ല. അമ്മയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതിനുശേഷം ആഡംബരപൂർവം അനുജനെ എതിരേറ്റുകൊണ്ട് അവൻ ആ ജ്യേഷ്ഠൻ, അതായത് ഉത്തമൻ എന്ന ജ്യേഷ്ഠൻ, രാജധാനി മുഴുവനും കൊണ്ടു നടന്ന് എല്ലാവരെയും കാണിച്ചു. എല്ലാവർക്കും വലിയ സന്തോഷമായി. അവരെല്ലാം ബഹുമാനിച്ചു. ആ സമയത്ത് സുരുചിക്കും കുറ്റബോധം തോന്നി തുടങ്ങിയിരുന്നു. താൻ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ ആ അമ്മയ്ക്ക് തോന്നി. അതിൻ്റെ ആ ഒരു വിഷമത്താൽ ഒരു വാക്കുപോലും അവൾ മിണ്ടിയില്ല. തല കുനിച്ച് നിന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ധ്രുവനും ഉത്തമനും യൗവനപ്രായമായി. ആ കാലത്തൊരു ദിവസം ഉത്തമൻ വേട്ടയ്ക്കായി കാട്ടിലേക്ക് പുറപ്പെട്ടു. പക്ഷേ കാട്ടിൽ വെച്ച് ഘോരനായ ഒരു യക്ഷൻ ഉത്തമനുമായി യുദ്ധം ചെയ്യുകയും ഉത്തമനെ വധിക്കുകയും ചെയ്തു. മകൻ തിരിച്ചു വന്നില്ല. അമ്മ വിഷമിക്കുകയാണ് സുരുചി. അങ്ങനെ സുരുചി
മകനെ തിരക്കി കാട്ടിലേക്ക് പോയി. അങ്ങനെ കാട്ടിൽ ഈ അമ്മ മകനെ തേടി തേടി നടക്കുന്നതിനിടയിൽ ഒരു കാട്ടുതീയിൽപ്പെട്ട് സുരുചിയും മരിക്കുകയാണ്. അങ്ങനെ ഉത്തമനും സുരുചിയും മരിച്ചുപോയി. ഈ വിവരം ധ്രുവൻ അറിയുകയാണ്. ഉടനെ തന്നെ വലിയ പടസന്നാഹത്തോടു കൂടി കാട്ടിലെത്തുകയും ആ യക്ഷനെ വധിക്കുകയും ചെയ്തു. അങ്ങനെ യക്ഷൻ മാത്രമല്ല, യക്ഷന്മാരുടെ ഒരു കൂട്ടമുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും വധിക്കുവാൻ തുടങ്ങി. യക്ഷന്മാരുടെ രാജാവ് ആരാണ്? കുബേരൻ. തൻ്റെ സൈന്യങ്ങളെല്ലാം മരിക്കുന്നത് കണ്ടപ്പോൾ രാജാവായ കുബേരൻ ധ്രുവനെ വന്നു കാണുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രശ്നം അവിടെ അവസാനിച്ചു. അതിനുശേഷം ഉത്താനപാദൻ ധ്രുവനെ രാജാവായി പട്ടാഭിഷേകം ചെയ്യുകയും അതിനുശേഷം ഉത്താനപാദൻ വാനപ്രസ്ഥം സ്വീകരിക്കുകയും ചെയ്തു. അവസാനം അദ്ദേഹം അങ്ങനെ മരിക്കുകയാണ്. ധ്രുവൻ രാജാവായി വാഴുന്ന കാലത്ത് ശൈശുമാരൻ എന്ന ഒരു രാജാവിൻ്റെ പുത്രിയും സുന്ദരിയുമായ ഭ്രമി എന്ന യുവതിയെ വിവാഹം കഴിച്ചു. അവളിൽ അദ്ദേഹത്തിന് കൽപ്പനെന്നും വത്സരനെന്നും 2 പുത്രന്മാർ ഉണ്ടായി. ധ്രുവന് ആയുസ് വളരെ കൂടുതലായിരുന്നു. കാരണം നാരായണൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി 26,000 വർഷം രാജാവായി അദ്ദേഹം മന്നിടത്തിൽ വാഴുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പത്നിക്കും മക്കൾക്കുമൊന്നും അത്രയും കാലം ആയുസില്ല. അതുകൊണ്ട് തന്നെ കാലക്രമേണ അവർ മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ധ്രുവൻ അനവധി സഹസ്രം പത്നിയും പുത്രന്മാരും ഒന്നുമില്ലാതെ ഭഗവാന്റെ ആ ഭക്തിയിൽ മാത്രം ലയിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അങ്ങനെ തൻ്റെ അവസാന കാലമായി ആ സമയത്ത് രാജ്യം ഭരിക്കുവാൻ ഒരു കുമാരൻ ഉണ്ടാകുവാൻ വേണ്ടി അദ്ദേഹം വായുവിൻ്റെ പുത്രിയായ ഇഢാദേവിയെ വിവാഹം കഴിച്ചു. അവളിൽ അദ്ദേഹത്തിന് ഉൽക്കലൻ എന്നൊരു പുത്രൻ ഉണ്ടായി. വാർദ്ധക്യകാലത്ത് ധ്രുവൻ ഉൽക്കലനെ രാജാവായി വാഴിച്ചതിന് ശേഷം ലോകജീവിതം വെറുത്തിട്ട് കാട്ടിലേക്ക് പോവുകയാണ്. കേവലം ഒരു അന്ധനെ പോലെയും ബദിരനെ പോലെയും ഊമയെ പോലെയും സർവ ഇന്ദ്രിയങ്ങളും വെടിഞ്ഞ് ഒടുവിലൊരു ഭ്രാന്തനായി അദ്ദേഹം ബദര്യാശ്രമത്തിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് തൻ്റെ ഭൗതിക ജഡം ഉപേക്ഷിക്കുവാൻ തുടങ്ങിയ സമയത്ത് വൈകുണ്ഠത്തിൽ നിന്നും ഒരു സ്വർണ്ണ വിമാനം താഴത്തേക്ക് വന്ന് അദ്ദേഹത്തെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ആ ലോകോത്തര വിഷ്ണുഭക്തനെ ഒരു പൊലിയാത്ത പുണ്യ നക്ഷത്രമായി ലോകത്തിൻ്റെ അവസാനം വരെ കാണുന്നതിന് വേണ്ടിയിട്ട് വടക്കുഭാഗത്തായിട്ട്, അതായത് ആകാശത്തിൽ വടക്കുഭാഗത്തായിട്ട്, അതായത് ഉത്തരനഭസിൻ്റെ ഉത്തരോത്തര ഭാഗത്ത് പ്രത്യേകം പ്രകാശമാനമായ വിധം പ്രതിഷ്ഠിച്ചു. ആ നക്ഷത്രമാണ് ധ്രുവ നക്ഷത്രം. ഇന്നും നമുക്ക് ധ്രുവ നക്ഷത്രത്തെ കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ജഡം വിഷ്ണു പാർഷദന്മാരായ സുനന്ദനും നന്ദനും കൂടി വിമാനത്തിലെടുത്ത് സ്വർലോകമന്ദാകിനിയിൽ നിക്ഷേപിച്ചു. അതിനുശേഷം ആ നദിയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ജഡം അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇതാണ് ഭാഗവതത്തിലെ ധ്രുവചരിതം. ധ്രുവ നക്ഷത്രത്തിൻ്റെ കഥ ഇതാണ്. ഒരു കുഞ്ഞു ബാലൻ, അവൻ്റെ ആഗ്രഹം എന്തായിരുന്നു? അവൻ്റെ അച്ഛൻ്റെ മടിയിലൊന്ന് കയറിയിരിക്കണമെന്ന്. അതിനു വേണ്ടിയിട്ട് ആ കുഞ്ഞ് എന്താണ് ചെയ്തത്? നാരായണനെ തപസ് ചെയ്യുന്നു. നാരായണനെ തപസ് ചെയ്ത് തൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കുകയാണ്. ഒരു ഉത്തമനായ ഭക്തന് ഭഗവാൻ എന്താണ് കൊടുത്തത്? ആ കുഞ്ഞിൻ്റെ ഭക്തി ഭഗവാൻ എത്രത്തോളം സന്തോഷമുണ്ടാക്കിയെന്ന് ആലോചിച്ച് നോക്കുക. ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിലേക്ക് ആ ഭക്തനെ ഭഗവാൻ കൊണ്ടുപോവുകയാണ്. ആ കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത്. ഭഗവാനെ ഭജിച്ചുകൊണ്ടേയിരിക്കുക. വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ഭഗവാൻ നിങ്ങൾക്ക് നൽകും. വഴി തെറ്റിപ്പോകാതെ നമ്മളെ നടത്തേണമേ
എന്നതാണ് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടുന്നത്. വഴി തെറ്റിപ്പോയാൽ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടും യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് നേർവഴിയിൽ കൂടി മാത്രമേ നമ്മളെ നടത്താമേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണ്ടത്. നിരന്തരം നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മനസ്സിലായോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുക. മനസ്സിലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയുക. നാമജപം അത് മുടക്കരുത്. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.